ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് NMMS ലെക്ചേഴ്സ്. സോ നിങ്ങൾ NMMS സ്റ്റഡീസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റേഷ്യോസ് ആൻഡ് പ്രപ്പോർഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ആർ ഇൻ ദി റേഷ്യോ 9:2. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പേഴ്സ്? രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള അംശബന്ധം 9:2 എന്നുള്ള അംശബന്ധമാണ്. സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഞാൻ ആ രണ്ട് നമ്പേഴ്സ് എ എന്ന നമ്പറും ബി എന്ന നമ്പറുമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ആൻഡ് ഡിഫറൻസ്, രണ്ട് സംഖ്യകളുടെ തുക, ഈ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? എ പ്ലസ് ബി ആണ്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ്, ആ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം സം അല്ലെങ്കിൽ തുക ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഡിഫറൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ എ ആണ് ഇതിൽ വലിയ നമ്പർ എന്ന് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. എ ആണ് വലിയ നമ്പർ എങ്കിൽ ഡിഫറൻസ് അല്ലെങ്കിൽ അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എ മൈനസ് ബി ആയിരിക്കും. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? സമ്മും ഡിഫറൻസും അല്ലെങ്കിൽ തുകയും വ്യത്യാസവും ഏത് അംശബന്ധത്തിലാ? 9:2 എന്നുള്ള അംശബന്ധത്തിലാണ്. അതായത് സമ്മ് ഈസ് ടു ഡിഫറൻസ് അല്ലെങ്കിൽ തുക ഈസ് ടു വ്യത്യാസം എന്ന് പറയുന്നത് 9:2 ആണ്. ഓർ വി ക്യാൻ സേ എന്താണ്? സമ്മ് ബൈ, അല്ലേ? നമുക്ക് സമ്മ് ബൈ ഡിഫറൻസ് എന്ന് എഴുതാം. അതായത് സം ഈസ് ടു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സമ്മ് ബൈ ഡിഫറൻസ് എന്ന് എഴുതാം. ഇത് ഈക്വൽ ടു 9/2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 9/2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? സമ്മ് എ പ്ലസ് ബി ആണ്, ഡിഫറൻസ് എ മൈനസ് ബി ആണ്. ദാറ്റ് മീൻസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? 9/2 ആണ്. എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്താണ്? 9/2 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം, അല്ലേ? റേഷ്യോ ഓഫ് ദി നമ്പേഴ്സ്, അതായത് എ ഡിവൈഡഡ് ബൈ ബി അല്ലെങ്കിൽ എ ഈസ് ടു ബി കണ്ടുപിടിക്കേണ്ടത്. എ ഈസ് ടു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർ എ ഡിവൈഡഡ് ബൈ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു 9. എ പ്ലസ് ബി ഇൻറ്റു 2 is equal to a minus b into 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എ പ്ലസ് ബി ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു 2, അതായത് എ ഇൻറ്റു 2 പ്ലസ് ബി ഇൻറ്റു 2 എന്ന് വരും. അല്ലെങ്കിൽ 2a പ്ലസ് 2b എന്ന് പറയാം. ദിസ് ഇസ് ഈക്വൽ ടു 9a മൈനസ് 9b എന്ന് പറയാം. ഓക്കെ, മൈനസ് ബി ഇൻറ്റു 9 ചെയ്യുമ്പോൾ 9a മൈനസ് 9b എന്ന് വരും. ഇനി എന്ത് ചെയ്യും? യെസ്, ഇവിടെ ഈ 2a ഉണ്ട്. ഇവിടെ പ്ലസ് 2a ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മൈനസ് 2a എന്ന് വരും. ഇവിടെ മൈനസ് 9b ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് 9b എന്ന് വരും. അപ്പോൾ ഇവിടെ 2b ഉണ്ട് ഓൾറെഡി, അതിൻ്റെ കൂടെ ഒരു പ്ലസ് 9b കൂടെ വരും. അപ്പുറത്ത് 9a ഓൾറെഡി ഉണ്ട്, അതിലേക്ക് മൈനസ് 2a വരും. യെസ്, അപ്പോൾ എന്ത് വരും? 11b ഇസ് ഈക്വൽ ടു 9a എന്ന് 2a പോയാൽ എത്രയാണ്? 7a. 11b ഇസ് ഈക്വൽ ടു 7a. നമുക്ക് എന്താ കിട്ടണ്ടേ? a ഡിവൈഡഡ് ബൈ b ആണ് കിട്ടേണ്ടത്. ഇവിടുന്ന് അങ്ങനെ a ബൈ b കിട്ടും. 7നെ എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? 11/7 എന്നാവും. അതേപോലെ ബീനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എ ബൈ ബി എന്ന് കിട്ടും. എ ബൈ ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 11/7 എന്ന് കിട്ടും. അപ്പോൾ എ ഈസ് ടു ബി ആ ഒരു റേഷ്യോ എത്രയാണെന്ന് കിട്ടി? എ ഈസ് ടു ബി എന്ന് പറയുന്ന റേഷ്യോ 11:7 എന്നുള്ള ഒരു റേഷ്യോ ആണ് നമുക്ക് കിട്ടും. യെസ്, ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? സം എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, സം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി. സമ്മും ഡിഫറൻസും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം ഈ ഒരു റേഷ്യോ ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 9/2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പേഴ്സ് കാണാനുള്ള റേഷ്യോ, അതായത് എ ബൈ ബി ഇസിക്കൽ എന്തായിരിക്കും? കാരണം 9 + 2 ചെയ്യുക ഡിവൈഡഡ് ബൈ 9 - 2 ചെയ്യുക, അല്ലേ? 9 - 2 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 11/7 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a class of 40 children, the ratio of the number of boys to the number of girls is 2:3. How many more boys are needed to make 3:2? ഒരു 40 സ്റ്റുഡൻസ് ഉണ്ട്. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 40, അല്ലേ? 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. ഓക്കെ, അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ബി എന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ജി ആണെങ്കിൽ ആ ഒരു റേഷ്യോ എത്രയാണ്? 2/3. അല്ലെങ്കിൽ
ബോയ്സ് ഈസ് ടു ഗേൾസ് റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. ഓക്കെ, എന്താ വെച്ചിട്ടുള്ളത്, ഹൗ മെനി മോർ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇത് 3:2 ആകാൻ എത്ര ആൺകുട്ടികൾ കൂടി വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ബോയ്സ് ഈസ് ടു ഗേൾസ്, ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ് അല്ലേ. 2:3 ആണ്. അതായത് ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമ്പർ ഓഫ് ബോയ്സ് എന്തായിരിക്കും, 40 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 2 ആണ് എന്ത് റേഷ്യോ എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര പാർട്ടുണ്ട്, അതായത് ഈ ഒരു ക്ലാസ്സിലെ നമ്പറിനെ നമ്മൾ 2 + 3 5 അല്ലേ, 5 പാർട്ടാക്കിയതാണ് എന്ത് 14 5 പാർട്ടാക്കിയിട്ട് അതിൽ 2 ഭാഗമാണ് എന്തുള്ളത്, ബോയ്സ് ഉള്ളത് അല്ലേ. 14 ടോട്ടൽ 5 പാർട്ടാക്കി, അതിൽ 2 ഭാഗം ആരാന്ന് പറഞ്ഞിട്ടുണ്ട്, ബോയ്സ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40 × 2/5, 40 × 2/5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ നമ്പർ ഓഫ് ബോയ്സ് കിട്ടും. 40 × 2/5 എത്രയാണ്, 5ഉം 40ഉം ക്യാൻസൽ ചെയ്യാം, 8 എന്ന് എഴുതാം അല്ലേ. 5 × 8 ആണ്, 5 × 8 ആണ് 40. സോ ഇവിടെ എന്ത് കിട്ടും, 8 × 2 അതായത് 16 എന്ന് കിട്ടും. അപ്പോൾ ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി, 16 ബോയ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസ് ഉണ്ടാവും, 16 ബോയ്സ് ഉണ്ടെങ്കിൽ 40 സ്റ്റുഡൻസ് ആണ് ആകെ ഉള്ളത്. അതിൽ 16 ആൾ ബോയ്സ് ആണെങ്കിൽ ബാക്കി 24 ആൾക്കാർ എന്തായിരിക്കും, ഗേൾസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം കിട്ടി. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്, ഈ ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ മാറണം. എന്നിട്ട് എന്താവണം, 3:2 എന്നുള്ള റേഷ്യോ ആവണം. നമ്മൾ എങ്ങനെയാ റേഷ്യോ മാറ്റുന്നത്, കുറച്ച് ബോയ്സിനെ അവിടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, കുറച്ച് ബോയ്സിന്റെ എണ്ണം കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു റേഷ്യോ അവിടെ മാറ്റുന്നത്. ഇപ്പോൾ ഉള്ള ബോയ്സിന്റെ എണ്ണം എത്രയാണ്, ഇപ്പോൾ ഉള്ള ബോയ്സിന്റെ എണ്ണം 16, കൂടെ നമ്മൾ കുറച്ചൊരു ബോയ്സിനെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 16 + x എന്ന് കൊടുക്കുക. എക്സ് നമ്പർ ഓഫ് ബോയ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 16 + x. എന്നിട്ട് ഏത് റേഷ്യോ ആണ്, എന്നിട്ട് ആ ബോയ്സ് ടു ഗേൾസ് റേഷ്യോ. ഇപ്പോൾ ബോയ്സ് ടു ഗേൾ റേഷ്യോ എന്ന് പറയുമ്പോൾ ഗേൾസിന്റെ നമ്പർ അവിടെ മാറുന്നുണ്ടോ, ഗേൾസിന്റെ നമ്പറിന് അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല, ബോയ്സിനെ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗേൾസിന്റെ നമ്പർ എത്രയാ, ഗേൾസ് ടോട്ടൽ 24 എണ്ണമാണുള്ളത്, ഇപ്പോൾ 24 ഈ ഒരു റേഷ്യോ അല്ലേ. ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ 16 + x ആണ്. ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ബോയ്സിന്റെയും നമ്പർ ഓഫ് ഗേൾസിന്റെയും ആ ഒരു അംശബന്ധം എന്ന് പറയുന്നത് 16 + x / 24. ഇതാണ് എന്തായിട്ട് മാറേണ്ടത്, 3:2 അല്ലെങ്കിൽ 3/2 ആയിട്ട് മാറേണ്ടത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റും. യെസ്, ബോയ്സിനെയാണ് അവിടെ ആഡ് ചെയ്യുന്നത്. സോ 16 + x എന്ന് വരും. എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, 2 × 16 + x = 3 × 24 എന്ന് വരും. ഓക്കെ, 2 × 16 + x = 3 × 24. ഞാൻ എന്ത് ചെയ്യാണ്, 16 + x = 3 × 24 / 2 എന്ന് എഴുതാണ് അല്ലേ. കാരണം എന്താ, ഇവിടെ × 2 ഉള്ളതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ /2 ആയിട്ട് മാറും. സോ ഇവിടെ 2 and 24 ക്യാൻസൽ ചെയ്യാം, 12 എന്ന് എഴുതാം. 3 × 12, 16 + x = 3 × 12 എത്രയാ, 3 × 12 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ x = 36 - 16 എന്ന് വരും. 36 - 16 which is equal to 20. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി, 20 ആണെന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ, ഹൗ മെനി മോർ ബോയ്സ് ആർ നീഡഡ് ടു മേക്ക്, അതായത് എത്ര ആൺകുട്ടികൾ വേണം 3:2 ആക്കാൻ, എത്ര ആൺകുട്ടികൾ നമ്മൾ ആഡ് ചെയ്യണം, എക്സ് ആൺകുട്ടികൾ ആഡ് ചെയ്യണം. 16ന്റെ കൂടെ 20 ആൺകുട്ടികളും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുക, ആ ഒരു റേഷ്യോ 3:2 എന്നുള്ള റേഷ്യോയിലേക്ക് ആക്കി മാറ്റാൻ പറ്റുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 20 ആൺകുട്ടികളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാവും, 16 + 20 എന്ന് വരും. ദാറ്റ് ഈസ് 36. 36 ആൺകുട്ടികൾ ടോട്ടൽ അവിടെ വരും. 36 ആൺകുട്ടികൾ വരും. ഗേൾസിന്റെ നമ്പർ എത്രയാണ്, 24 ആണ്, അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ 36/24 ചെയ്ത് നോക്കുക. 36/24 ചെയ്യുമ്പോൾ 36ൽ എന്തുണ്ട്, 36ൽ 6 × 6 ഉണ്ടെന്ന് പറയാം. 24ൽ എത്രയാണ്, 4 × 6 ഉണ്ട്, അല്ലെങ്കിൽ 6 അഗെയിൻ നമുക്ക് കട്ട് ചെയ്ത് 3/2. 3/2 എന്നുള്ള റേഷ്യോ കിട്ടുന്നുണ്ട്. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ ആക്കാൻ പറഞ്ഞിട്ടുള്ളത്, ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 3:2 ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 10 മീറ്റേഴ്സ് ലോങ്. ഒരു സ്ക്വയറിന്റെ എല്ലാ സൈഡും 10 മീറ്റർ ലോങ് ആണ്. എ റെക്ടാംഗിൾ ഓഫ് ദി സെയിം പെരിമീറ്റർ ആസ് ദിസ് ഹാസ് സൈഡ്സ് ഇൻ ദി റേഷ്യോ ടു. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ ഇൻ സ്ക്വയർ മീറ്റേഴ്സ്. ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 10 മീറ്റർ ആണ്. ഓക്കെ, ഇതേ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 2:3 എന്ന അംശബന്ധത്തിലാണ്. ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു സ്ക്വയർ ഉണ്ട്. ഒരു സ്ക്വയർ വരയ്ക്കാം. ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാ, 10 മീറ്റർ. ആ സ്ക്വയറിന്റെ സൈഡ് 10 മീറ്റർ ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്,
നീളം 10 മീറ്റർ ആണ്. ഇതേ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ നീളം. ഇതേ ചുറ്റളവുള്ള ഒരു ചതുരം വേറെ ഉണ്ട്. ഇതേ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ചുറ്റളവ് എത്രയാ? ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാ? കാരണം സ്ക്വയറിന്റെ പെരിമീറ്റർ, സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ സ്ക്വയറിന്റെ പെരിമീറ്റർ 4 × a ആണ് അല്ലേ? 4 സൈഡ് ഉണ്ട്. അപ്പോൾ 4 പ്രാവശ്യം 10 നമ്മൾ ചെയ്യണം. 4 × a ചെയ്യണം, അല്ലെങ്കിൽ 4 × 10 ചെയ്യണം. ദാറ്റ് ഈസ് 40 മീറ്റർ ആണ് എന്ത്? ഈ ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറയാം, ചുറ്റളവ് എന്ന് പറയാം. ഇതേ ചതുരമല്ല, എന്താണ്, സമചതുരമാണ്. യെസ്, ഈ ഒരു സ്ക്വയർ ഇതേ പെരിമീറ്ററുള്ള വേറൊരു എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു ചതുരമുണ്ട്. ഇതേ പെരിമീറ്ററുള്ള ഒരു ചതുരമുണ്ട്. ഇതേ പെരിമീറ്ററുള്ള ചതുരമുണ്ട്. പക്ഷേ ഈ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം 2:3 എന്ന അംശബന്ധത്തിലാണ്. വശങ്ങളുടെ നീളം എന്ന് പറയുമ്പോൾ ചതുരത്തിന് എന്തൊക്കെ ഉണ്ടാവും? ലെങ്ത്തും ഉണ്ടാവും, ബ്രെഡ്ത്തും ഉണ്ടാവും. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 2:3 എന്നുള്ള റേഷ്യോയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ ലെങ്ത്തിനെ എനിക്ക് 2ന്റെ മൾട്ടിപ്പിൾ ആണ് 2x എന്നെടുക്കാം. ബ്രെഡ്ത്തിനെ എനിക്ക് എങ്ങനെ എടുക്കാം? 3x എന്നെടുക്കാം അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും 2:3 എന്ന റേഷ്യോയിലാണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? 2ന്റെ കൂടെ ഒരു എക്സ്, ഒരു കോൺസ്റ്റന്റ് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 × x ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിന് പകരം ഞാൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്? ലെങ്ത്തിനും ബ്രെഡ്ത്തിനും പകരം ഇവിടെ 2x എന്നും 3x എന്നും കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചതുരത്തിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ആണ് ഞാൻ പി എന്ന് കൊടുക്കുകയാണ്. പെരിമീറ്റർ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ 2 × ലെങ്ത് എത്രയാ? ലെങ്ത് 2x എന്ന് എടുക്കാം, ബ്രെഡ്ത്ത് 3x എന്ന് എടുക്കാം. 2 × 2x + 3x എന്ന് വരും. ദാറ്റ് ഈസ് 2 × 2x + 3x 5x അല്ലേ? അപ്പോൾ 2 × 5x 10x എന്ന് വരും. ഈ ചതുരത്തിന്റെ പെരിമീറ്റർ നമുക്ക് ആ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എത്രയാന്ന് കിട്ടി? 10x ആണ് കിട്ടി. ഈ റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് ചതുരത്തിന്റെ പെരിമീറ്റർ 10x ആണ് കിട്ടി. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ചതുരത്തിന് എന്താണുള്ളത്? ഈ ഒരു സ്ക്വയറിന്റെ സെയിം പെരിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, 40 മീറ്റർ ആണ്. ഈ 10x എന്തിനോട് ഈക്വൽ ആയിരിക്കും? 40നോട് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം 10x = 40. അങ്ങനെയാണെങ്കിൽ x = 40 / 10 = 4 അല്ലേ? 0 0 ക്യാൻസൽ ആവും, 4 എന്ന് കിട്ടും. അപ്പോൾ x 4 എന്ന് കിട്ടി. x ആണ് കണ്ടുപിടിക്കേണ്ടത്, x അല്ല കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ചതുരത്തിന്റെ പരപ്പളവ്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ? റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? നോക്കിക്കേ, ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ = ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എത്രയാണ് ഇവിടെ? ലെങ്ത് 2x, ബ്രെഡ്ത്ത് 3x. ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? x നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × 4, അതായത് 8 ആയിരിക്കും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 × 4 12 ആയിരിക്കും. അപ്പം ലെങ്ത് × ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 8 × 12 എന്ന് വരും. ദാറ്റ് ഈസ് 96. 8 × 12 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 96 എന്നുള്ളൊരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മിൽക്ക് ആൻഡ് വാട്ടർ ആർ ഇൻ ദി റേഷ്യോ water ratio in 16 liter mixture is 5:3, then the amount of milk to be added to make this ratio 2:1. 16 ലിറ്റർ മിശ്രിതത്തിൽ 5:3 എന്ന അംശബന്ധത്തിൽ പാലും വെള്ളവും ഉണ്ടെങ്കിൽ എത്ര പാൽ ചേർത്താൽ അംശബന്ധം 2:1 ആകും? ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ്, ഇത് അത്ര ഡിഫിക്കൽട്ടാണെന്നൊന്നും വിചാരിക്കരുത്. എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ ഒന്നായിട്ട് ഒറ്റ ഇതിൽ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു വരുമ്പോൾ നമുക്ക് ഓരോന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും അല്ലേ? അപ്പോൾ 16 ലിറ്റർ മിശ്രിതം ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ എന്താണ്? ടോട്ടൽ അവിടെ എന്തുണ്ട്? 16 ലിറ്റർ മിശ്രിതം ഉണ്ട്. അതിൽ മിൽക്കും ഉണ്ട്, പിന്നെ എന്തുണ്ട്? വാട്ടറും ഉണ്ട് അല്ലേ? പാലും വെള്ളവും ഉണ്ട്. അപ്പോൾ അതിൽ മിൽക്ക് ഈസ് ടു വാട്ടർ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? മിൽക്ക് ഈസ് ടു വാട്ടർ റേഷ്യോ 5:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 5:3 ആണ് അവരുടെ റേഷ്യോ. അങ്ങനെ ടോട്ടൽ ആ ഒരു എത്ര ലിറ്റർ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മിൽക്കിന്റെ അളവും വാട്ടറിന്റെ അളവും നമുക്ക് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ? മിൽക്ക് എത്രയായിരിക്കും? മിൽക്ക് എന്ന് പറയുന്നത് ടോട്ടൽ 16 ആണ്. അതിന്റെ 5 എത്രയായിരിക്കും? 5 എത്ര പാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ? 5 3 5 + 3 8 പാർട്ടാക്കി നമ്മൾ ഈ ഒരു മിശ്രിതത്തിനെ 8 പാർട്ടാക്കി. ആ 8 പാർട്ടിൽ 5 പാർട്ടാണ് ആരുള്ളത്? മിൽക്ക് ഉള്ളത്. അപ്പോൾ 5/8. അപ്പോൾ മിൽക്കിന്റെ അളവ് എത്രയായിരിക്കും? 16 × 5/8, അതായത് 16ഉം 8ഉം ക്യാൻസൽ ചെയ്യാം, 2 എന്ന് എഴുതാം. 2 × 5 10 ലിറ്റർ ആയിരിക്കും എന്ത്? മിൽക്ക് ഉണ്ടാവുക.
മിൽക്ക് 10 ലിറ്റർ ആണെങ്കിൽ വാട്ടർ എത്രയായിരിക്കും? ടോട്ടൽ 16 ലിറ്റർ ആണ്. മിൽക്ക് 10 ലിറ്റർ ആണെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് 6 ലിറ്റർ ആയിരിക്കും. യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ മിശ്രിതത്തിലെ മിൽക്കിന്റെയും വാട്ടറിന്റെയും അളവ് കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദി എമൗണ്ട് ഓഫ് മിൽക്ക് ടു ബി ആഡഡ് ടു മേക്ക് ദിസ് റേഷ്യോ 2:1. ഈ എത്ര പാൽ ചേർത്താൽ അംശബന്ധം 2:1 ആകും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചേർക്കുന്നത്? അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. എന്താ ചേർക്കുന്നത്? പാലാണ് അവിടെ ചേർക്കുന്നത്. അപ്പോൾ ആരാ അവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്? ചേഞ്ച് ആവാതെ നിൽക്കുന്നത് ആരാ? വാട്ടറിന്റെ അളവാണ് ചേഞ്ച് ആവാതെ നിൽക്കുന്നത്. അപ്പോൾ വാട്ടറിന്റെ അളവ് ചേഞ്ച് ആവില്ല. പാലാണ് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത്. അപ്പോൾ പാല് എക്സ്ട്രാ ചേർക്കുക മീൻസ് 10ലേക്കാണ് നമ്മൾ കുറച്ചും കൂടെ 10 ലിറ്റർ ആണ് ഓൾറെഡി ഉള്ള പാല്. അതിലേക്ക് കുറച്ചും കൂടെ ലിറ്റർ പാൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 10+X ആണ് നമ്മൾ ആഡ് ചെയ്യുന്ന പാല്. യെസ്, 10+X ആണ് പുതിയ എമൗണ്ട് പാലിന്റെ. ഡിവൈഡഡ് ബൈ ആ റേഷ്യോ ഏതിനോടാണ് നമ്മൾ റേഷ്യോ എടുക്കുന്നത്? വാട്ടറിനോട്. വാട്ടർ ചേഞ്ച് ആയിട്ടുണ്ടോ? വാട്ടർ ചേഞ്ച് ആയിട്ടില്ല. വാട്ടർ സ്റ്റിൽ 6 തന്നെയാണ്. 10+X/6 ആണ് എന്ത്? അടുത്ത ഒരു പുതിയ റേഷ്യോ എന്ന് പറയുന്നത്. ആ പുതിയ റേഷ്യോ എത്രയാണ്? പുതിയ റേഷ്യോ 2:1 ആണ്. 2:1 ആണ്. 2:1 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റി. ഓക്കെ. യെസ്. ഇവിടെ മിൽക്ക് ടു വാട്ടർ റേഷ്യോ 5:3 ആയിരുന്നു. ആ റേഷ്യോ മാറിയിട്ട് എന്താവണം? 2:1 ആകണം. അപ്പോൾ ആ പുതിയൊരു മിൽക്കിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് മാറിയിട്ടുണ്ട്. 10+X ആയിട്ടുണ്ട്. 10+X/6 = 2/1 എന്ന് കിട്ടും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10+X × 1 = 10+X × 1 എന്ന് വരും. 1 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. 10+X = ഇതാണ് 2 × 6. 2 × 6. 10+X = 12 എന്ന് വരും. X = 12 - 10 or X = 2. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എത്ര ലിറ്റർ പാൽ ആഡ് ചെയ്യണം? ആ ഒരു റേഷ്യോ അവിടെ നിന്ന് മാറണമെങ്കിൽ എക്സ്ട്രാ ഒരു 2 ലിറ്റർ പാൽ അവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2:1 എന്ന റേഷ്യോയിലാവും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ പാലിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ആണ്. ആദ്യത്തെ വാട്ടറിന്റെ അളവ് 6 ലിറ്റർ ആണ്. പാല് നമ്മൾ ഈ 10 ലിറ്ററിലേക്ക് 2 ലിറ്ററും കൂടെ ആഡ് ചെയ്തു. അല്ലേ? അപ്പോൾ എത്രയായി? ടോട്ടൽ 12 ലിറ്റർ ആയി. ഓക്കെ, ഇനി അവിടെ എന്താണ് വാട്ടറിന്റെ റേഷ്യോയിലേക്ക് നമ്മൾ റേഷ്യോ ചെയ്യണം. അപ്പോൾ വാട്ടർ 6 ലിറ്റർ ആണ്, ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ 12/6 ആയി. അത് എത്ര കിട്ടുന്നുണ്ട്? 1 അല്ലേ? 12/6 ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ ആ റേഷ്യോ എന്തായി? 2:1 ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മിക്സ്ചർ ഓഫ് 40 liters. A mixture of 40 liters of milk and water contains 10% water. How much water should be added to make 20% of water in new mixture? പാലിന്റെയും വെള്ളത്തിന്റെയും 40 ലിറ്റർ മിശ്രിതത്തിൽ വെള്ളം 10% ഉണ്ട്. എത്ര വെള്ളം ചേർത്താൽ 20% വെള്ളം അടങ്ങിയ പുതിയ മിശ്രിതം ഉണ്ടാക്കാൻ കഴിയും? ഓക്കെ, ഇത് നേരത്തെ നമ്മൾ റേഷ്യോയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെർസെൻറ്റേജിലാക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, നമുക്ക് ആ ഒരു റേഷ്യോ ഇവിടുന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 40 ലിറ്റർ ഉണ്ട്. 40 ലിറ്റർ ആണ് എന്ത്? ടോട്ടൽ ആ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത്. ടോട്ടൽ 40 ലിറ്റർ ഉണ്ട്. അതിൽ 10% വാട്ടറാന്ന് പറഞ്ഞിട്ടുണ്ട്. 10% വാട്ടറാന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ എമൗണ്ട് എത്രയായിരിക്കും? വാട്ടറിന്റെ എമൗണ്ട് 40ന്റെ 10% വാട്ടർ. അപ്പോൾ 40 × 10/100 ആണ് എന്ത്? അവിടെയുള്ള വാട്ടർ. ദാറ്റ് ഈസ് 0 ക്യാൻസൽ, 0 ക്യാൻസൽ. 4 ലിറ്റർ ആണ് എന്ത്? അവിടെയുള്ള വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 40 ലിറ്ററിൽ 4 ലിറ്റർ ആണ് അവിടെയുള്ള വെള്ളത്തിന്റെ അളവ്. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? മിൽക്കിന്റെ അളവ് എന്തായിരിക്കും? 40 - 4 അതായത് 36 ലിറ്റർ ആയിരിക്കും എന്ത്? അവിടെ ഉണ്ടാവുന്ന മിൽക്ക് എന്ന് പറയുന്നത്. അല്ലേ? ടോട്ടൽ 40 ഉണ്ട്. അതിന്റെ 10% ആയിട്ടുള്ള 4 ലിറ്റർ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. അപ്പോൾ ബാക്കി എന്താവും? 36 ലിറ്റർ എന്തായിരിക്കും? മിൽക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ വാട്ടറിന്റെയും മിൽക്കിന്റെയും ആ ഒരു എമൗണ്ട് എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താ പറഞ്ഞത്? ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു മേക്ക് 20% ഓഫ് വാട്ടർ ഇൻ 20% എന്തായിരിക്കണം? വാട്ടർ ആയിരിക്കണം. പുതിയൊരു മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കുകയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത്? കുറച്ച് വാട്ടറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അല്ലേ? കുറച്ച് വാട്ടർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 20% ആ ഒരു മിക്സ്ചർ ആക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള വാട്ടറിന്റെ അളവ് എത്രയാ? 4 ലിറ്റർ. ഇപ്പോൾ ഉള്ള വാട്ടറിന്റെ അളവ് 4 ലിറ്റർ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു X ലിറ്റർ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഉള്ള വാട്ടറിന്റെ അളവിലേക്ക് ഒരു X ലിറ്ററും കൂടെ ആഡ് ചെയ്യാണ്. ആ ഒരു എന്താണ് പെർസെൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണക്കാക്കാം? പെർസെൻറ്റേജ് വാട്ടറിന്റെ പെർസെൻറ്റേജ് 20 ആക്കണം. വാട്ടറിന്റെ പെർസെൻറ്റേജ് 20 ആക്കണം. പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണക്കാക്കാം? ആ ഒരു വാട്ടറിന്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എമൗണ്ട്. അല്ലേ? വാട്ടറിന്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു 100 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? പെർസെൻറ്റേജ് നമുക്ക് കിട്ടുക. ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 20നോട് ഈക്വൽ ആയിരിക്കണം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 4+X ആണ് ഇപ്പോൾ ഉള്ള എന്ത്? പുതിയ വാട്ടറിന്റെ എമൗണ്ട്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്.
ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 40 ലിറ്റർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മളൊരു എക്സ് ലിറ്റർ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സ് ലിറ്റർ വെള്ളം ഇവിടെ ആഡ് ചെയ്തു മീൻസ് ടോട്ടലിലും അത് മാറുന്നുണ്ട്. അപ്പം ഇവിടെ 40 പ്ലസ് എക്സ് ആണ് എന്ത്? ടോട്ടൽ എമൗണ്ട് ഓഫ് മിക്സ്ചർ എന്ന് പറയുന്നത്. 4 പ്ലസ് എക്സ് എന്താണ്? ഇപ്പോഴുള്ള വാട്ടറിന്റെ ആ ഒരു എമൗണ്ട്. 40 പ്ലസ് എക്സ് എന്താണ്? ടോട്ടൽ എമൗണ്ട്. അപ്പം വാട്ടറിന്റെ എമൗണ്ട് ബൈ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പോഴുള്ള ആ ഒരു വാട്ടറിന്റെ പെർസെൻറ്റേജ് കിട്ടേണ്ടത്. അത് ഇപ്പോഴുള്ള വാട്ടറിന്റെ പെർസെൻറ്റേജ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 20 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ടു 20 ആവണം. ദാറ്റ് മീൻസ് 100 ഈക്വൽ ടു 20 എന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇത് സോൾവ് ചെയ്താൽ മതി. 4 പ്ലസ് എക്സ് ബൈ 40 പ്ലസ് എക്സ് ഈക്വൽ ടു 20/100 എന്ന് വരും അല്ലെ? ഇൻറ്റു 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ 20/100 എന്ന് വരും. 0 ക്യാൻസൽ, 2 10 ക്യാൻസൽ, 1/5 എന്ന് വരും അല്ലെ? 2/10 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഓക്കെ, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4 പ്ലസ് എക്സ് ബൈ 40 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1/5 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 പ്ലസ് എക്സ് ഇൻറ്റു 5 ഈക്വൽ ടു 40 പ്ലസ് എക്സ് ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, 40 പ്ലസ് എക്സ് എന്ന് തന്നെ എടുത്താൽ മതി. യെസ്, അപ്പോൾ ഇനി ഇത് എന്ത് ചെയ്യാം? 4 പ്ലസ് എക്സ് ഇൻറ്റു 5 ദാറ്റ് ഈസ് 4 ഇൻറ്റു 5 പ്ലസ് എക്സ് ഇൻറ്റു 5. 4 ഇൻറ്റു 5 പ്ലസ് എക്സ് ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5x ഈക്വൽ ടു 40 പ്ലസ് എക്സ് എന്ന് വരും. 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 പ്ലസ് 5x ഈസ് ഈക്വൽ ടു 40 പ്ലസ് എക്സ്. ഇനി ഈ പ്ലസ് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് എക്സ് ആവും. അപ്പോൾ ഇവിടെ എത്രയായി മാറും? 4x ആയിട്ട് മാറും അല്ലേ? ഈ 20നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 40 മൈനസ് 20 ആവും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 4x ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. 4x ഈക്വൽ ടു 20 എന്ന് കിട്ടും. 4x 20 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 5. എക്സിന് നമുക്ക് എത്ര വാല്യൂ കിട്ടി? 5 എന്നുള്ളൊരു വാല്യൂ കിട്ടി. എക്സിന് നമുക്ക് എത്ര കിട്ടി? 5 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ എത്ര ലിറ്റർ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഒരു എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ആണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആ വെള്ളത്തിന്റെ അളവാണ് എന്ത്? 5 എക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് എത്ര കിട്ടി? 5 ആണ് കിട്ടി. എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ്? എത്ര വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത്? 5 ലിറ്റർ. യെസ്, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. മിൽക്ക് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദി റേഷ്യോ 4:1 ടു മേക്ക് 50 liters. How much more water is to be added to make this ratio 2:1? പാലും വെള്ളവും 4:1 എന്ന അംശബന്ധത്തിൽ ചേർത്ത് 50 ലിറ്റർ ആക്കി. എത്ര ലിറ്റർ വെള്ളവും കൂടി ചേർത്താൽ ഈ അംശബന്ധം 2:1 ആവും? നിങ്ങൾ നോക്കുക, ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഉള്ളത് 50 ലിറ്റർ ആണ്. ടോട്ടൽ അവിടെ 50 ലിറ്റർ ഉണ്ട്. അതിൽ മിൽക്ക് ബൈ വാട്ടർ റേഷ്യോ എന്ന് പറയുന്നത് 4/1 ആണ് അല്ലേ? മിൽക്ക് ടു വാട്ടർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:1 ആണ്, അല്ലെങ്കിൽ 4/1 ആണ്. അങ്ങനെയാണെങ്കിൽ മിൽക്കിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? മിൽക്കിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും അല്ലേ? ടോട്ടൽ എത്രയുണ്ട്? 4 പ്ലസ് 1 5 പാർട്ടാക്കി. ആ 5 പാർട്ടിൽ എത്രയാണ്? 4 മാത്രമാണ് എന്ത് ഉള്ളത്. അപ്പോൾ 50 ഇൻറ്റു 4/5 എന്ന് വരും. ദാറ്റ് ഈസ് 5ഉം 50യും ക്യാൻസൽ, 10 എന്ന് എഴുതാം. 40 ലിറ്റർ എന്താണ്? 40 ലിറ്റർ അവിടെ മിൽക്കാണ് ഉള്ളത്. യെസ്, അങ്ങനെയാണെങ്കിൽ വാട്ടർ എത്രയാണ്? ബാക്കി 10 ലിറ്റർ ആയിരിക്കും എന്ത്? വാട്ടർ ഉള്ളത് അല്ലേ? ടോട്ടൽ 50 ആണ്. അതിൽ 40 ലിറ്റർ മിൽക്ക് ഉണ്ട്. ബാക്കി 10 ലിറ്റർ എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കാം. യെസ്, 10 ലിറ്റർ ആയിരിക്കും. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് മോർ വാട്ടർ ഈസ് ടു ബി ആഡഡ്? എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ മിൽക്ക് ടു വാട്ടർ റേഷ്യോ 4:1 ആണ്. അത് 2:1 ആക്കണം അല്ലേ? മിൽക്ക് ടു വാട്ടർ റേഷ്യോ 4:1 ഉള്ളത് 2:1 ആക്കണം. അപ്പം നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടർ ആണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ മിൽക്കിന് അവിടെ മാറ്റമൊന്നുമില്ല. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ മിൽക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 40 ആണ്. 40 ഡിവൈഡഡ് ബൈ വാട്ടർ എന്ന് പറഞ്ഞാൽ 10 ആണ് പ്ലസ് എക്സ് അല്ലേ? ആ വാട്ടറിൻ്റെ കൂടെയാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ താഴെയാണ് എന്ത് കൊടുക്കേണ്ടത്? പ്ലസ് എക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ പുതിയ വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 പ്ലസ് എക്സ് ആണ്. മിൽക്കിന് ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. അപ്പോൾ 40/10 പ്ലസ് എക്സ് ഇതാണ് എന്തായി മാറേണ്ടത്? 2/1 ആയിട്ട് മാറേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 40 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10 പ്ലസ് എക്സ്. ഓക്കെ, 40 എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 1 ഈക്വൽ ടു 2 ഇൻറ്റു 10 പ്ലസ് എക്സ് എന്ന് വരും. സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 40 ഈസ് ഈക്വൽ ടു 20 പ്ലസ് 2x ഓർ 2x ഈസ് ഈക്വൽ ടു 40 മൈനസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു 20. 2x ഈസ് ഈക്വൽ ടു 20 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. 2x 20 ആണെങ്കിൽ x 10 ആയിരിക്കും. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം കൂടി ചേർക്കണം?
10 ലിറ്റർ വെള്ളവും കൂടെ അവിടെ ചേർക്കണമെന്ന് നമുക്ക് പറയാം. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ജോണി ഇൻവെസ്റ്റഡ് 50,000 rupees, ജലീൽ 40,000 rupees ആൻഡ് ജയൻ 20,000 rupees to start a business together. They got 3,300 rupees as profit in a month, which they divided in the ratio of their investments. How much did Johnny get? ജോണി 5,000 രൂപയും ജലീൽ 50,000 രൂപയും ജലീൽ 40,000 രൂപയും ജയൻ 20,000 രൂപയും മുടക്കി ഒരു കൂട്ടുകച്ചവടം തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ 3,300 എന്ന രൂപ ലാഭം മുതലിന്റെ അംശബന്ധത്തിൽ വീതിച്ചു. ജോണിക്ക് എത്ര രൂപ കിട്ടി? ഓക്കെ, അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,300 ആണ്. അത് അവരെങ്ങനെയാണ് വീതിക്കുന്നത്? അവർ എത്രയാണോ മുടക്കിയത്, ഓരോരുത്തർ എത്രയാണോ മുടക്കിയത് അതിന്റെ ആ ഒരു റേഷ്യോയിലാണ് അവരെന്ത് ചെയ്യുന്നത്? ആ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അവർ ഇൻവെസ്റ്റ് ചെയ്ത ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ജോണി എത്ര രൂപയാണ് മുടക്കിയത്? 50,000. യെസ്. പിന്നെ ആരാ? ജലീൽ എത്രയാ? 40,000 rupees മുടക്കിയിട്ടുണ്ട്. ജയൻ എത്രയാ? 20,000 rupees മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 50,000 40,000 20,000 അല്ലേ? ആ 4 സീറോസ് എല്ലാത്തും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 5:4:2 എന്ന റേഷ്യോയിലാണ് ഇവരെ 3 ആൾക്കാരും ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റേഷ്യോയിലാണ് ആ ഒരു ബിസിനസ്സിൽ അവർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റും അവർ ഈ സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. പ്രോഫിറ്റ് 3,300 ആണ്. ഇതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൽ ജോണിക്ക് എത്രയാണ്? 5 പാർട്ടാണുള്ളത്. അതായത് ടോട്ടൽ എത്രയുണ്ട്? 5, 4, 2. അതായത് 4, 9, 9, 2, 11. 11 പാർട്ടാക്കി കഴിഞ്ഞാൽ അതിൽ 5 പാർട്ട് ആർക്ക് കിട്ടണം? ടോട്ടൽ പ്രോഫിറ്റിനെ 11 പാർട്ടാക്കി കഴിഞ്ഞാൽ 5 പാർട്ട് ആർക്ക് കിട്ടണം? അത് ജോണിക്ക് കിട്ടണം അല്ലേ? ഹൗ മച്ച് ഡിഡ് ജോണി ഗെറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റിനെ നമ്മൾ 11 പാർട്ടാക്കി മാറ്റി അതിൽ 5 പാർട്ട് ജോണിക്ക് കിട്ടണം. സോ ദാറ്റ് മീൻസ് 3,300 ഇൻറ്റു 5/11. അതാണ് എന്ത്? 11 പാർട്ടിൽ 5 പാർട്ടാക്കി. അത് ആർക്ക് കിട്ടണം? ജോണിക്ക് കിട്ടണം. യെസ്, ജോണിക്ക് കിട്ടണം. യെസ്. അപ്പം ഇത് എത്രയായിരിക്കും? 3,300 ഇൻറ്റു 5/11. 11ഉം 33ഉം ക്യാൻസൽ ചെയ്യാം. 3 എന്ന് എഴുതാം അല്ലേ? 11, 33 ക്യാൻസൽ ചെയ്ത് 3 എന്ന് എഴുതാം. ബാക്കി അവിടെ എന്താ ഉള്ളത്? 300. 300 ഇൻറ്റു 5 എത്രയാ? 3 ഇൻറ്റു 5 എത്രയാ? 3 ഇൻറ്റു 5 15 ആണ്. അപ്പോൾ 300ൽ 2 സീറോയും കൂടെ ഉണ്ട്. അപ്പോൾ 15ൻ്റെ കൂടെ 2 സീറോ കൊടുക്കുക. 1,500 എന്ന് കിട്ടും. യെസ്. അപ്പോൾ എത്ര കിട്ടി? ജോണിക്ക് 1,500 രൂപയായിരിക്കും ആ ഒരു പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ജലീലിന് എത്ര കിട്ടിയിട്ടുണ്ടാവും? ജലീലിന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ജലീലിന് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ജലീലിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3,300 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിൽ ജലീലിന്റെ റേഷ്യോ 4 പാർട്ടാണ്. ടോട്ടൽ 11 പാർട്ടിൽ 4 പാർട്ട് ജലീലിൻ്റെതാണ്. സോ 3,300 ഇൻറ്റു 4/11 എന്ന് വരും അല്ലേ? 11ഉം 33ഉം ക്യാൻസൽ ചെയ്ത് 300 ഇൻറ്റു 4. 300 ഇൻറ്റു 4 ദാറ്റ് ഈസ് 1,200 രൂപ ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? ജലീലിന് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ജയന് എത്ര കിട്ടിയിട്ടുണ്ടാവും? 1,500 രൂപ ജോണിക്കും 1,200 രൂപ ജലീലിനും കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ ജയനെ നമുക്ക് പ്രോഫിറ്റ് 3,300 ഇൻറ്റു 2/11 ദാറ്റ് ഈസ് 600. ഓക്കെ, ജയന് 600 കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് വെറുതെ ആഡ് ചെയ്ത് നോക്കുക. 1,500 പ്ലസ് 1,200 എത്രയാ? 2,700. 2,700 പ്ലസ് 600 എത്ര കിട്ടുന്നുണ്ട്? 3,300. യെസ്, കറക്റ്റാണ്. 3,300 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഒരു റേഷ്യോയിൽ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 numbers are respectively 20% and 50% more than a third number. The ratio of the 2 numbers is. 2 നമ്പേഴ്സ് ഉണ്ട്. അത് 2 സംഖ്യകൾ യഥാക്രമം മൂന്നാമത്തെ ഒരു സംഖ്യയേക്കാൾ 20% 50% കൂടുതലാണ്. അപ്പോൾ 2 സംഖ്യകളുടെ അംശബന്ധം എത്ര? അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ABC എന്ന് പറഞ്ഞ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ A എന്ന് പറയുന്ന നമ്പർ എന്താ? ഈ C എന്ന് പറയുന്ന നമ്പറിനേക്കാളും 20% കൂടുതലാണ്. ഓക്കെ, അതേപോലെ B എന്ന് പറയുന്ന നമ്പർ ഈ C എന്ന് പറയുന്ന നമ്പറിനേക്കാളും 50% കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? യെസ്, ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ആണ് നമുക്ക് ഫസ്റ്റ് നമ്പറിൻ്റെയും സെക്കൻഡ് നമ്പറിൻ്റെയും റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ 3 നമ്പേഴ്സ് ഉണ്ട്. ആ തേർഡ് നമ്പർ ഞാനിപ്പോൾ എക്സ് എന്ന് എടുക്കുകയാണ്. തേർഡ് നമ്പർ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്പർ 20% മോർ ദാൻ തേർഡ് നമ്പറാണ് അല്ലേ? നമ്പർ 20% മോർ ദാൻ തേർഡ് നമ്പർ. അപ്പോൾ തേർഡ് നമ്പറിൻ്റെ 20% എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് ഇൻറ്റു 20/100. ഓക്കെ 0 ദാറ്റ് ഈസ് 0.2 എക്സ് ആയിരിക്കും എന്ത് 20%. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് പറഞ്ഞാൽ മൂന്നാമത്തെ നമ്പറിനേക്കാളും 20% കൂടുതൽ. മൂന്നാമത്തെ നമ്പർ എക്സ് ആണ്, അതിൻ്റെ കൂടെ ഒരു 20% കൂടെ അല്ലേ? എക്സ് പ്ലസ് 0.2 എക്സ് വരും. മൂന്നാമത്തെ നമ്പറിനേക്കാളും 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ നമ്പറിൻ്റെ കൂടെ 20% കൂട്ടണം അല്ലേ? അപ്പോൾ മൂന്നാമത്തെ നമ്പർ എക്സ് ആണ്, അതിൻ്റെ 20% 0.2 എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 0.2 എക്സ് എന്ന് വരും. അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 1x ആണ്. 1xൻ്റെ കൂടെ 0.2 എക്സ് കൂട്ടിയാൽ 1.2 എക്സ് എന്ന് വരും. ഫസ്റ്റ് നമ്പർ നമുക്ക് 1.2 എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എത്ര കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് നമ്പർ 50% കൂടുതലാണ്. അപ്പോൾ എക്സിൻ്റെ 50% എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 50/100 ആണ്. ഓക്കെ 0 0 ക്യാൻസൽ. 5/10 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 എക്സ് കൂടുതലാണ്. തേർഡ് നമ്പർ സെക്കൻഡ് നമ്പർ അല്ലേ? സെക്കൻഡ് നമ്പറാണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്താ? മൂന്നാമത്തെ നമ്പറിൻ്റെ കൂടെ 50% കൂടി. അപ്പോൾ എക്സ് പ്ലസ് 0.5 എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് എക്സിൻ്റെ കൂടെ 0.5 എക്സും കൂടെ കൂട്ടിയാൽ 1.5 എക്സ് എന്ന് വരും. യെസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും എക്സിൻ്റെ ടേംസിൽ കിട്ടി. ഇനി എന്ത് കണ്ടാൽ മതി? ആ ഒരു റേഷ്യോ ആണ് കാണേണ്ടത്. ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ അല്ലേ? ഈ ഒരു റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. റേഷ്യോ ഓഫ് ദ ടു നമ്പേഴ്സ്. ഫസ്റ്റ് നമ്പർ ബൈ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫസ്റ്റ് നമ്പർ 1.2 എക്സ് ആണ്, സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1.5 എക്സ് ആണ്. എക്സ് ക്യാൻസൽ, ബാക്കി 1.2/1.5. 1.2/1.5 നമുക്ക് എങ്ങനെ പറയാം? 12/15 എന്ന് പറയാം അല്ലേ? കാരണം എന്താ? ഇവിടെ ഇൻറ്റു 10 ചെയ്യുക, ഇവിടെയും ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ 12/15 എന്ന് വരും. 12/15 എന്ന് പറഞ്ഞാൽ 12ൽ എത്ര ടൈംസ് എന്തുണ്ട്? 3 ഉണ്ട് കോമൺ ആയിട്ട് രണ്ടിലും അല്ലേ? കോമൺ ആയിട്ട് 3 ഉണ്ട്. 12ൽ എത്ര ടൈംസ് 3 ഉണ്ട്? 4 ടൈംസ് 3 ഉണ്ട്. 15ൽ 5 ടൈംസ് 3 ഉണ്ട്. അപ്പോൾ 4/5 അല്ലെങ്കിൽ 4/5. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ 4:5. ഇതാണ് എന്താ? രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ വരിക. യെസ്. ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ NMSൻ്റെ ക്ലാസ്സസ് ഒക്കെ ഓൾമോസ്റ്റ് തീരാനായി. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് നമ്മളുടെ ചാനലിലുള്ള ക്ലാസ്സസ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാം അടുത്തിട്ടുണ്ട്. December 30ക്കാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാവരും നടത്തുക. നമ്മളുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാം ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇനിയൊരു അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.